വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇനി മീൻ തല കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ കറി തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്, തീർച്ചയായും ഇഷ്ടപ്പെടും. അതിനായി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കരിവേപ്പിലയും അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും 5-6 വെളുത്തുള്ളി അല്ലി ചതച്ചതും ചേർത്ത ശേഷം അല്പനേരം പച്ചമണം പോകാനായി വഴറ്റി കൊടുക്കണം. ഈ സമയം തീ നന്നായി കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 10-12 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒന്നുകൂടി വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സി ജാറിൽ ഒരു വലിയ പഴുത്ത തക്കാളിയും കറിക്ക് കളർ കിട്ടാനായി 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവിന് ആവശ്യമായ സാദാ മുളക് പൊടി 3/4 ടേബിൾ സ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരയാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് ചെറിയൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇതുപോലെ ആയി തുടങ്ങുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ട് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ മസാലയൊക്കെ നന്നായി വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും മീൻതല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണ്ട വെള്ളവും ഒഴിച്ച് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്ക് വേണ്ടി 3 ചെറിയ കഷ്ണം കുടംപുളി കഴുകി കുതിർത്തി വെച്ചതും ഇട്ട ശേഷം എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് കറി തിളച്ച് വരാനായി ചട്ടി അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയ മീനിൻ്റെ തല കറിയിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇത് 1/2 കിലോ അളവിൽ വറ്റമീനിൻ്റെ തലയാണ്. ഇതുപോലെ കറിയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മീൻ തല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറി തിളയ്ക്കാനായി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം ഒരു തവി കൊണ്ട് ഇതുപോലെ മീൻ കറിയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് താഴ്ത്തി കൊടുത്ത് മീൻ വേവാനായി 10-15 മിനിറ്റ് നേരം ചട്ടി അടച്ച് വയ്ക്കാം. ഇനി ചട്ടി തുറന്ന് നോക്കാം. മീൻ തല വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അവസാനമായി ഒരു തണ്ട് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മീൻ തലക്കറി സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല എരിവും പുളിയും ചേർന്ന് ഈ മീൻ തലക്കറി ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇതുവരെ ഫീനാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ റെസിപ്പികൾക്കായി ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.